നമസ്കാരം, ന്യൂസ് കേരള ടുഡേ ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. വിദേശ ട്രക്ക് ഡ്രൈവർമാർക്ക് വിസ നൽകുന്നത് നിർത്തി US. വിനയായത് ഇന്ത്യൻ ട്രക്ക് ഡ്രൈവറുടെ അപകടം. വിദേശ ട്രക്ക് ഡ്രൈവർമാർക്കുള്ള വിസ വിതരണം അമേരിക്ക അടിയന്തരമായി നിർത്തിവെച്ചു. ഫ്ലോറിഡയിൽ 3 പേരുടെ മരണത്തിനിടയാക്കി ഇന്ത്യൻ വംശജനായ ഡ്രൈവർ വരുത്തിവെച്ച അപകടത്തിൽ കടുത്ത വിമർശനം. ഈ കടുത്ത വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് വിസ നിർത്തിവെച്ചത്. എക്സിലൂടെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഈ വിവരം പങ്കുവച്ചത്. 5.5 കോടിയിലധികം വിസകൾ പുനഃപരിശോധിക്കുന്നു. കൂട്ട നാടുകടത്തലിനൊരുങ്ങി അമേരിക്ക. നാടുകടത്തലിന് കാരണമായേക്കാവുന്ന വിഷയങ്ങളുണ്ടോ എന്നറിയാൻ വിദേശികൾക്ക് നൽകിയ 5.5 കോടിയിലധികം വിസകൾ അമേരിക്ക പുനഃപരിശോധന നടത്തുന്നു. ട്രംപ് ഭരണകൂടം വ്യാഴാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എല്ലാ US വിസ ഉടമകളും തുടർച്ചയായ പരിശോധനയ്ക്ക് വിധേയരാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതായി വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്തു. ദയാലുവായ ന്യായാധിപന് വിട. US ജഡ്ജി ഫ്രാങ്ക് കാപ്രിയോയ്ക്ക് വിട നൽകി ലോകം. തന്റെ മുന്നിലെത്തിയ കേസുകൾ സൗമ്യവും മനുഷ്യത്വപൂർണവുമായ ഇടപെടലിലൂടെ തീർപ്പാക്കി ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ജസ്റ്റിസ് ഫ്രാങ്ക് കാപ്രിയോ അന്തരിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്നാണ് ആരാധനാ ലോകം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. US റോഡ് ഐലൻഡിൽ മുനിസിപ്പൽ കോർട്ട് ഓഫ് പ്രൊവിഡൻസിൽ മുൻ ചീഫ് ജഡ്ജിയാണ്. പാൻക്രിയാസ് അർബുദബാധയെ തുടർന്ന് 2023 മുതൽ ചികിത്സയിലായിരുന്നു. വയനാട്ടിൽ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കി കർണാടക. 100 കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് 10 കോടി രൂപ അനുവദിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് കർണാടകയുടെ കൈത്താങ്ങ്. 100 കുടുംബത്തെ പുനരധിവസിപ്പിക്കുന്നതിന് 10 കോടി രൂപ സർക്കാർ അനുവദിച്ചു. സംസ്ഥാനത്തിന്റെ ദുരന്ത മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത്. തുക കേരള സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. പിടികൂടിയ സ്ഥലത്ത് നിന്ന് തുറന്നുവിടാമെന്ന് സുപ്രീം കോടതി. ഡൽഹി NCR മേഖലയിലെ എല്ലാ തെരുവു നായകളെയും പ്രതിരോധ കുത്തിവയ്പ്പിനും വന്ധീകരണത്തിനും ശേഷം പിടികൂടിയ സ്ഥലങ്ങളിൽ തന്നെ തുറന്നുവിടാൻ സുപ്രീം കോടതി നിർദ്ദേശം. തെരുവു നായകളെ പിടികൂടി അഭയകേന്ദ്രങ്ങളിൽ പാർപ്പിക്കണമെന്നുള്ള മുൻ ഉത്തരവിൽ ഭേദഗതി വരുത്തിയാണ് 3-അംഗ ബെഞ്ചിന്റെ പുതിയ ഉത്തരവ്. കൂടുതൽ അടുക്കാൻ ഇന്ത്യ. ചൈനയിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് വിസ ഇളവ് നൽകിയേക്കും. ചൈനയിൽ നിന്നുള്ള കമ്പനി പ്രൊഫഷണലുകൾക്ക് വിസ നിയന്ത്രണത്തിൽ ഇളവ് അനുവദിക്കുന്നത് പരിഗണനയിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. ഇളവ് പ്രാബല്യത്തിലായപ്പോൾ വിവോ, ഓപ്പോ, ഷവോമി, BYD, ഹൈസെൻസ്, ഹയർ തുടങ്ങിയ ചൈനീസ് കമ്പനികൾക്ക് ഉന്നത മാനേജ്മെന്റ് പദവികളിലേക്ക് ചൈനയിൽ നിന്ന് ആളുകളെ എത്തിക്കാനാകും. ജയിക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുമെന്ന് ഗോപാലകൃഷ്ണൻ. ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കാറുണ്ടെന്ന് BJP നേതാവ് V ഗോപാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. തൃശൂരിൽ സുരേഷ് ഗോപി വിജയത്തിൽ കള്ളവോട്ട് നടത്തിയെന്ന UDF LDF ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു BJP നേതാവ്. യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ട് ട്രാൻസ്ജെൻഡറുകൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമെന്ന് ശിവൻകുട്ടി. കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് അപമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും അങ്ങേയറ്റം മാസ്റ്റർ പീസ് എടുത്തയാളും അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ മന്ത്രി കൂട്ടിച്ചേർത്തു. മദ്യമെടുത്തു കുടിച്ചു. ആദിവാസി യുവാവിന് 6 ദിവസം മുറിയിലിട്ട് പട്ടിണിക്കിട്ട് മർദ്ദിച്ചതായി പരാതി. ആദിവാസി യുവാവിനെ മുറിയിലടച്ച് പട്ടിണിക്കിട്ട് മർദ്ദിച്ചതായി പരാതി. പാലക്കാട് മുതലമടയിലാണ് സംഭവം. 6 ദിവസം യുവാവിനെ മുറിയിൽ അടച്ചിട്ടിരുന്നു. മുതലമട മൂച്ചക്കുണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയ്യൻ എന്ന ആദിവാസി യുവാവിനാണ് മർദ്ദനമേറ്റത്. സ്കൂൾ അവധി മാറ്റം. വിദ്യാഭ്യാസ മന്ത്രിയെ പിന്തുണച്ച് കാന്തപുരം. സ്കൂൾ അവധി മാറ്റത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ അനുകൂലിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. നല്ല ചൂടുള്ള മെയ് മാസവും മഴയുള്ള ജൂൺ മാസവും ചേർത്ത് കുട്ടികൾക്ക് അവധി കൊടുക്കുന്നത് നല്ലതെന്ന് കാന്തപുരം അഭിപ്രായപ്പെട്ടു. അങ്ങനെയെങ്കിൽ ചൂട് വർദ്ധിച്ച കാലത്തും മഴ വർദ്ധിച്ച കാലത്തും കുട്ടികൾക്ക് അവധി ലഭിക്കും.